പാലക്കാട് ആലത്തൂരിലെ ബാറിൽ വെടിവെപ്പ്. കാവശ്ശേരി കല്ലേപ്പുള്ളിയിലെ ചിത്രാപുരി ബാറിലാണ് വെടിവെപ്പുണ്ടായത്. ബാറിലെ സർവീസ് മോശമാണെന്ന് ആരോപിച്ച് ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ബാർ മാനേജർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. വെടിയേറ്റ ബാർ മാനേജർ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ട് 6:30 കൂടിയാണ് പ്രദേശവാസികളായ 3 യുവാക്കൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ കാവശ്ശേരി കല്ലേപ്പുള്ളിയിലെ ചിത്രാപുരി ബാറിലേക്ക് എത്തുന്നത്. ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നതിനിടയിൽ ജീവനക്കാരുമായി യുവാക്കൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു. ബാറിലെ സർവീസ് മോശമാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു യുവാക്കൾ ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെട്ടത്. ഈ തർക്കം ഉണ്ടാകുന്നതിനിടയിൽ ബാറിൽ ഉണ്ടായിരുന്ന കസേരകൾ ഉൾപ്പെടെ എറിഞ്ഞു പൊട്ടിച്ച യുവാക്കൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് മടങ്ങി. രാത്രി 10:30 മണിയോടുകൂടി ഒരു സംഘം ആളുകളായാണ് യുവാക്കൾ പിന്നീട് ഈ ബാറിലേക്ക് തിരിച്ചെത്തിയത്. ഇവർ വന്ന് കയറിയ ഉടൻ തന്നെ ബാറിലുണ്ടായിരുന്ന ബിയർ കുപ്പികൾ ഉൾപ്പെടെ എടുത്ത് ജീവനക്കാർക്ക് നേരെ എറിയുകയായിരുന്നു. ഈ ജീവനക്കാരുമായി ഉണ്ടായ ഈ തർക്കം അണിനയിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് ബാർ മാനേജറായ രഘുനന്ദനും സംഘവും എത്തുന്നത്. ഇതിനിടയിലാണ് യുവാക്കളിൽ ഒരാൾ തോക്കെടുത്ത് ജീവനക്കാർക്ക് നേരെ വെടിവെക്കാൻ ശ്രമിച്ചത്. ഇത് കണ്ട് ഭയന്ന് ബാറിലേക്ക് തന്നെ തിരിച്ചു ഓടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബാർ മാനേജർ രഘുനന്ദന് നേരെ വെടിവെപ്പുണ്ടായത്. രഘുനന്ദൻ്റെ ഇടുപ്പിലാണ് ഈ യുവാക്കളിൽ ഒരാൾ വെടിവെച്ചത്. ഉടൻ തന്നെ ഇവിടെ നിന്ന് യുവാക്കളെല്ലാം ഓടി രക്ഷപ്പെട്ടു. ജീവനക്കാർ ചേർന്നാണ് രഘുനന്ദനെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. നിലവിൽ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രഘുനന്ദൻ. ICUയിലുള്ള രഘുനന്ദനെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പിന്നീട് റൂമിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോൾ ഏതായാലും ലഭ്യമാവുന്ന വിവരം. ഏതായാലും ഇന്നലെ രാത്രിയിൽ ഈ സംഭവം നടന്നതിന് ശേഷം ജീവനക്കാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആലത്തൂർ പോലീസ് 5 യുവാക്കളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിൽ 4 പേർ കഞ്ചിക്കോട് സ്വദേശിയും ഒരാൾ അത്തിപ്പൊറ്റ സ്വദേശിയുമാണ് എന്നാണ് ലഭ്യമാവുന്ന വിവരം. പോലീസ് നിലവിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഉടൻ തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് ആലത്തൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട്.